രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി രൂപീകൃതമാവുകയാണ്. ഏതു വിധേനയും അടുത്ത തവണത്തെ സംസ്ഥാന ഭരണം UDFിൻ്റേതാക്കി മാറ്റുവാൻ, എല്ലാവിധ തക്കിട തരികിട പരിപാടികളും പയറ്റുവാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന UDF നേതൃത്വം പരമാവധി വോട്ടുകളെല്ലാം തങ്ങളുടെ പെട്ടിയിലാക്കുവാനുള്ള തീവ്ര ശ്രമത്തിന്മേലാണ്. കേരളത്തിലെ വ്യാപാരി സമൂഹത്തിനു വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ശേഷം അവരെ കൂടെ നിർത്തി വ്യാപാരികളുടെയും കുടുംബങ്ങളുടെയും വോട്ട് അത് തങ്ങളുടേതാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെറുകിട കച്ചവടക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വലുപ്പത്തിൽ ചെറുതാണ് കേരളത്തിൻ്റെ സ്ഥാനമെങ്കിലും ഇവിടെയുള്ള ചെറുകിട കച്ചവട സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ വലുതുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും എന്തിനും ഏതിനും ഒരു സംഘടന അത് അനിവാര്യമാണെന്നിരിക്കെ വ്യാപാരികൾക്കും കേരളത്തിൽ സംഘടനയുണ്ടായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പേരിലുള്ള ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഇവിടെ ഏകദേശം 11 ലക്ഷത്തോളം അംഗങ്ങളുമുണ്ട്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി, അതും പ്രബലമായവരുടെ പാർട്ടികൾ നടത്തുന്ന അതേ കെട്ടുമട്ടോടുകൂടി ഒരു പരിപാടി നടത്തുവാനുള്ള ശേഷി ഈ സംഘടനയ്ക്കുണ്ട്. അതിനുള്ള ആളും അർത്ഥവും ഇക്കാലയളവിനുള്ളിൽ ഇവർക്ക് വന്നു ചേർന്നതിനാലാവും വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്നവർക്ക് പോലും ഇവിടെ കേരളത്തിൽ സംഘടന ഉണ്ടാക്കിയെടുത്തിട്ടുള്ള CPM വ്യാപാരി വ്യവസായി സമിതി എന്നൊരു സംഘടനയ്ക്ക് അവർ രൂപം കൊടുത്തത്. കോഴിക്കോട് മിഠായി തെരുവിൽ B2 സ്റ്റോഴ്സ് നടത്തിയിരുന്ന T നസറുദ്ദീനാണ് ഈ സംഘടനയുടെ സ്ഥാപക നേതാവ്. 1991 മുതൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായി തുടർന്ന അദ്ദേഹം മരിക്കും വരെ ഈ ചുമതലയിൽ ഇരുന്ന ഒരാളുമാണ്. വ്യാപാരികളുടെ അവകാശങ്ങൾക്കായി നിരവധി സമര പോരാട്ടങ്ങളും ഈ സംഘടന ഇവിടെ നടത്തിയിട്ടുമുണ്ട്. വ്യാപാരികളിൽ നിന്നും പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചിട്ടാണെങ്കിലും കേരളത്തിൽ CPM കഴിഞ്ഞാൽ പ്രാദേശിക തലത്തിൽ സ്വന്തമായി കെട്ടിടങ്ങളും ഭൂമിയുമുള്ള ഒരു സംഘടന അത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. ഈ സംഘടനയുടെ പ്രവർത്തന കാലയളവിൽ നിരവധി പേർ നേതൃസ്ഥാനത്തിരുന്നവർ അവർക്ക് തെറ്റിപ്പിരിഞ്ഞ് പോയി മറ്റ് വ്യാപാരി സംഘടനകളൊക്കെ ആരംഭിച്ചുവെങ്കിലും അതൊന്നും ഇപ്പോൾ വരെ ക്ലച്ച് പിടിച്ചതായി കണ്ടിട്ടുമില്ല. വിളിച്ചാൽ വെളിപ്പുറമുള്ള ലക്ഷോപലക്ഷം ആളുകൾ ഉള്ളതിനാൽ സംഘടനാ നേതൃത്വത്തിന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ കൊള്ളാമെന്നൊരു മോഹം പണ്ടേ ഉള്ളതുമാണ്. ആ ആഗ്രഹം T നസറുദ്ദീൻ അടക്കമുള്ള ആളുകൾ പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 3-4 വർഷം മുമ്പ് നടന്ന ഇത്തരത്തിലുള്ളൊരു ആശയം നേതൃത്വത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരികയും പക്ഷേ തീരുമാനമെടുക്കുന്നതിൽ അപാകത സംഭവിക്കുമായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഇതിലെ അംഗങ്ങളെങ്കിലും പലപ്പോഴും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയോട് ഏറെ അടുത്ത് നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ സംഘടനയുടെ ഭൂരിപക്ഷം നേതാക്കന്മാരും. ചില ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് UDFിനെ പിന്തുണക്കുന്ന പരസ്യ പ്രസ്താവനകളും ഇവർ നടത്തിയിട്ടുമുണ്ട്. T നസറുദ്ദീൻ്റെ നിര്യാണത്തിന് ശേഷം ഇത്തരം നിലപാടുകൾക്കൊന്നും ഒരു മാറ്റം വരുത്തുവാൻ നസറുദ്ദീന് ശേഷം സംസ്ഥാന പ്രസിഡന്റായ രാജു അഫ്സർ അടക്കമുള്ള നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സാധിച്ചിട്ടുമില്ല. നേരത്തെ T നസറുദ്ദീൻ്റെ കാലത്ത് കേരള കർഷക വ്യാപാരി പാർട്ടി എന്ന പേരിലാണ് ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. രാജ്യത്തെ നയിക്കുന്ന സാമ്പത്തിക ശേഷി കൈവരിച്ചിട്ടുള്ളത് ഇവിടുത്തെ കർഷകരും അതേപോലെ ചെറുകിട കച്ചവടക്കാരുമാണെന്നും അതിനാലാണ് പാർട്ടിക്ക് ഇങ്ങനെയൊരു പേര് നൽകുവാൻ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിരുന്ന ഏകോപന സമിതിക്ക് ഈ ആലോചന പിന്നീട് നടപ്പിലാക്കുവാൻ സാധിച്ചില്ല എങ്കിലും നാളുകൾക്ക് ശേഷം പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ വീണ്ടും അത്തരത്തിലുള്ള ആശയം ഇപ്പോൾ പൊടിതട്ടിയെടുത്തിരിക്കുകയാണ്. എത്രയും വേഗം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നതാണ് ലക്ഷ്യം. അതിനായി സംഘടനയുടെ യൂത്ത് വിങ്ങിൻ്റെയും വനിതാ സെല്ലിൻ്റെയും പരിപൂർണമായിട്ടുള്ള പിന്തുണയും ഈ നേതൃത്വത്തിന് ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടി സാധിച്ചിട്ടുണ്ട്. വരുന്ന 3-4 മാസത്തിനുള്ളിൽ എറണാകുളത്തോ ആലപ്പുഴയിലോ വെച്ച് വലിയൊരു സമ്മേളനം നടത്തി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുവാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല അതിനു മുൻപ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ആളെ നിർത്തി മത്സരിപ്പിക്കുവാനുള്ള ആലോചനയും സംഘടനയിൽ നടക്കുന്നുണ്ട്. ഈ നിലയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആലോചന നടക്കുന്നതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം സംഘടനയ്ക്ക് കൈവരിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു പ്രബലമായിട്ടുള്ള മുന്നണിയിൽ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന തിരിച്ചറിവിന്മേലാണ് UDFുമായി സഹകരിക്കുവാൻ സംഘടനാ നേതൃത്വം തയ്യാറെടുത്തത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആൾബലമോ സംഘടനാ സംവിധാനമോ ഇല്ല എങ്കിലും CPMൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി സമിതിയും ഇവിടെ ദൈനംദിന പ്രവർത്തനം നടത്തുന്നുണ്ട്.
ഇതുകൂടാതെ RSSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ വ്യാപാരി വ്യവസായി സംഘവും അവർ യൂണിറ്റുകൾ രൂപീകരിച്ച് വ്യാപാരികളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ രാജു അപ്സരയുടെ നേതൃത്വത്തിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ തീരുമാനവും UDFിലേക്കുള്ള മുന്നണി പ്രവേശനത്തിലും അതിൽ പ്രതിഷേധമുള്ള വ്യാപാരികൾ അവർ ഈ സംഘടന വിട്ട് മറ്റു വ്യാപാരി സംഘടനകളിലേക്ക് വഴിമാറി പോകുവാനുള്ള സാധ്യതയും ചിലർ തള്ളിക്കളയുന്നുമില്ല.